എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ആരികൾ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ കലത്തപ്പമാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കേട്ടോ. നമുക്കിതിലേക്ക് കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഫുൾ ആരുകളുള്ള നല്ല സോഫ്റ്റ് കലത്തപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് 250 ml കപ്പിൽ കറക്റ്റ് ഒരു കപ്പളവിൽ ഇതുപോലെ പച്ചരിയാണ് കേട്ടോ. ഈ ഒരു കലത്തപ്പം റെഡിയാക്കുമ്പോൾ കറക്റ്റ് അളവുകൾ നമ്മൾ എടുക്കണം. അപ്പോൾ ഒരു കപ്പളവിൽ പച്ചരി ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 3 മുതൽ 4 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഇതുപോലെ പച്ചരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുതിർത്ത പച്ചരി നമുക്ക് വീണ്ടും നന്നായി കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ ഊറ്റി അതിൻ്റെ വെള്ളം ഫുള്ളൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഇനി വേണ്ടത് നമുക്കിതുപോലെ ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കര പൊടിയാണ്. അതായത് കറക്റ്റ് 1.25 കപ്പ് നമ്മൾ പച്ചരി അളന്നിട്ടെടുത്ത ആ ഒരു സെയിം കപ്പിൽ 250 ml ഒരു കപ്പില്ലേ, ആ ഒരു കപ്പിൽ കറക്റ്റ് 1.25 കപ്പളവിൽ ഇതുപോലെ ശർക്കരപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്രാം അളവിൽ പറയുവാണെങ്കിൽ 200 ഗ്രാം അളവിൽ ശർക്കരപ്പൊടി. ഇനി നിങ്ങൾ വലിയ കട്ടയായിട്ടുള്ള ഒരു ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ 200 ഗ്രാം എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 3 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ഉള്ളി ഇതുപോലെ നൈസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ തേങ്ങാക്കൊത്തും വേണം. ആ ഒരു കുതിർത്ത വെള്ളം കളഞ്ഞ പച്ചരി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് അളവിൽ ചോറാണ് കേട്ടോ. ചോറ് ഒരിക്കലും കൂടി പോവരുത്. കറക്റ്റ് ഇതുപോലെ 1/4 കപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഇതൊരു 4 ഏലക്കയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴും കറക്റ്റ് ഒരു അളവിൽ ചേർത്ത് കൊടുക്കണേ. നമ്മൾ അരി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ 1/2 കപ്പ് വെള്ളം മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കണേ. അപ്പം നന്നായിട്ട് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മാവ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ അളന്നെടുത്ത ഒരു ശർക്കരയില്ലേ, ആ ഒരു ശർക്കര ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മാത്രം, ആ ഒരു അളവ് കപ്പിൽ 1/2 കപ്പ് മാത്രം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ശർക്കരയൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ശർക്കര നല്ല പോലെ തന്നെ ഒന്ന് ഉരുക്കിയിട്ടെടുക്കുക. ഇതുണ്ടല്ലേ, ശർക്കര ഇവിടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിളച്ച് വന്നിരിക്കുന്ന ഈ ഒരു ശർക്കരപ്പാനി ഇല്ലേ, ഈ ഒരു ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ, ഒട്ടും ആ ഒരു ശർക്കരപ്പാനിയുടെ ചൂട് കുറയാനേ പാടില്ല. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ശർക്കരപ്പാനി ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്താലേ നല്ല ഫുള്ളായിട്ട് ഇതുപോലെ ആരുകൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല തിളച്ച് കിടക്കുന്ന ഈ ഒരു ശർക്കരപ്പാനി ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ ഈ ഒരു മാവിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം തന്നെ ഇതുപോലെ നല്ല ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ആരുകൾ നമുക്ക് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അപ്പം തന്നെ ഇതിലേക്ക് വളരെ കുറച്ച് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയും കൂടി പോകരുത്. കറക്റ്റ് ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കറക്റ്റ് പാകത്തിനാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടത്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു വെള്ളത്തിൻ്റെയൊക്കെ അളവുകൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഈ ഒരു പാനാണ്. തീരെ അങ്ങനെ നൈസായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രം എടുക്കരുത്. അത്യാവശ്യം ഒരു അടികട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുക. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റൗണ്ട് ഒരു പാനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു പാനിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കളർ അത്യാവശ്യം ഒന്ന് മാറി വരണം കേട്ടോ. കളർ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്താണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കും. ഇത് രണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തൊന്ന് മാറ്റാണ് കേട്ടോ, അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പം തന്നെ ഇതിലേക്ക് ആ ഒരു മാവ് ഫുള്ളായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉള്ളിയും ആ ഒരു തേങ്ങ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായി കുറച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ആവി പുറത്തേക്ക് പോകുന്നൊരു മൂടിയുള്ളൊരു പാത്രമാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത് ഒരു 12 to 14 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 12 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ആ ഒരു മാവ് കുറച്ച് ഒട്ടി പിടിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുത്ത് ഒരു 2-3 മിനിറ്റും കൂടി മാത്രം ഒന്ന് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഏകദേശം ഒരു 14 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിത് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം കറക്റ്റ് ഇപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഒരു 14-15 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കിതിവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ അടച്ച് തന്നെ വെച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ആ ഒരു ചൂടിൽ കുറച്ച് നേരം കൂടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ആരുകൾ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് കേട്ടോ. ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് കറക്റ്റ് അളവുകളെടുത്ത് സമയമൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മുഴുവൻ ആരുകളുള്ള കലത്തപ്പം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.